നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 36-ാമത്തെ കഥ വേതാള ചരിത്രം. വേതാളം തുടർന്നു. അല്ലയോ വിശ്വവിശ്രുതനായ വിക്രമാദിത്യ മഹാരാജാവേ, ഞാൻ ജനനാൽ ബ്രാഹ്മണനാണ്. ജന്മദേശം കാളിഘട്ടം. അവിടുത്തെ വിശ്രുതമായ കാളിക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു ഞാൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം നട അടയ്ക്കുന്നതിന് മുമ്പ് സംഗതിവശാൽ ഞാൻ പുറത്തേക്ക് പോയി. മടങ്ങി വരുമ്പോഴേക്ക് ശാന്തിക്കാരൻ നടയടച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ശാന്തിക്കാരൻ നേരത്തെ പോകുമ്പോഴെല്ലാം എനിക്കുള്ള ശമ്പളച്ചോറ് മഠപ്പള്ളിയിൽ വെച്ചേക്കുകയാണ് പതിവ്. മഠപ്പള്ളിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ അതും അടച്ചിരിക്കുന്നതാണ് കണ്ടത്. ഞാൻ വാതിൽ തള്ളി തുറന്നു നോക്കി. അത് അകത്തു നിന്നും തഴുതിട്ടിരിക്കുകയാണ്. അപ്പോൾ അകത്ത് ആരോ ഇരുന്ന് പതിഞ്ഞ സ്വരത്തിൽ എന്തോ സംസാരിക്കുന്നത് കേട്ട് ഞാൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു. ഞാൻ ചുവരിലുണ്ടായിരുന്ന ഒരു വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. ജടാവൽക്കലവും അസ്ഥിമാലയും ചുടലഭസ്മവും മറ്റും അണിഞ്ഞ ഗംഭീരനായ ഒരു പുരുഷൻ. അദ്ദേഹത്തിൻ്റെ മടിയിൽ അർത്ഥശയനക്രമത്തിൽ ചരിഞ്ഞ് വിശ്വോത്തര ലാവണ്യവതിയായ ഒരു സ്ത്രീ ശയിക്കുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ അത് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയുമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ദിവ്യ ദമ്പതികളുടെ സല്ലാപം ഞാൻ ഭക്തിപുരസരം ശ്രദ്ധിച്ചു. ശ്രീ പാർവതി പ്രണയകോപസ്വരത്തിൽ ശുണ്ഠിയെടുത്തുകൊണ്ട് പറയുകയാണ്, നാഥ, മുമ്പൊക്കെ അവിടുന്ന് എത്രയോ നല്ല നല്ല കഥകൾ എന്നോട് പറയുമായിരുന്നു. ഇപ്പോഴാകട്ടെ അങ്ങയുടെ നാവിൽ നിന്ന് ഒരു കഥ കേട്ടിട്ട് കാലം വളരെ കടന്നുപോയിരിക്കുന്നു. ദയവ് ചെയ്ത് ഏതാനും നല്ല കഥകൾ പറഞ്ഞു തന്നാലും. എനിക്ക് അശേഷം ഉറക്കം വരുന്നില്ല. അതനുസരിച്ച് ശ്രീ പരമേശ്വരൻ ഏതാനും കഥകൾ ശ്രീ പാർവതിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ ഒളിച്ചു നിന്ന് കേട്ട പ്രസ്തുത കഥകളാണ് അങ്ങയെ കേൾപ്പിച്ചത്. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പാർവതി പരമേശ്വരന്മാർ പെട്ടെന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. വീട്ടിലേക്ക് അസമയത്ത് മടങ്ങിയെത്തിയ ഞാൻ മറ്റാരെയും അറിയിക്കയില്ലെന്ന വ്യവസ്ഥയിന്മേൽ ഈ കഥകളെല്ലാം എൻ്റെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത പ്രഭാതത്തിൽ എൻ്റെ ഭാര്യ കുടവുമെടുത്ത് അവിടുത്തെ കിണറ്റിൻ കരയിൽ വെള്ളം കോരുവാനായി പോയി. അവിടെ അവളും കൂട്ടുകാരികളും പറ്റിക്കൂടി. അവരോടെല്ലാം കഥകൾ മുഴുവൻ അവൾ പറഞ്ഞു. അവരവരുടെ വീടുകളിലെത്തിയ സ്ത്രീജനങ്ങൾ ആ കഥകൾ തങ്ങളുടെ അയൽവീടുകളുടെ സ്ത്രീജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രീ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത ദിവ്യ കഥകൾ നാടുനീളെ പ്രചരിച്ചു. ഈ വസ്തുത ദിവ്യശക്തി കൊണ്ടറിഞ്ഞ പരമേശ്വരൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ നോക്കി പറഞ്ഞു, ഞാൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത അതീവ ഗഹനവും പരമനിഗൂഢവുമായ കഥകൾ നീ നിമിത്തം ലോകമെമ്പാടും പരന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചരക്ഷിതാക്കളായ ദേവീദേവന്മാരുടെ ദിവ്യരഹസ്യങ്ങൾ ഇപ്രകാരം നീ പാമരജനങ്ങൾക്ക് വെളിപ്പെടുത്തിയത് അക്ഷന്തവ്യമായ ഒരു അപരാധമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ആകയാൽ നീ ഒരു വേതാളമായി തീരട്ടെ എന്ന് ഞാൻ ശപിക്കുന്നു. ശ്രീ പരമേശ്വരൻ്റെ പ്രസ്തുത ശാപം കേട്ട് ഞാൻ എത്രമാത്രം സംഭ്രാന്തനായി തീർന്നെന്ന് പറയേണ്ടതില്ലല്ലോ. സ്ത്രീകളെ വിശ്വസിച്ചാലുള്ള വിപരീത ഭവിഷ്യത്തുകളുടെ ഭയങ്കരത എനിക്ക് നല്ലവണ്ണം ബോധ്യമായി. ഹൃദയം പൊട്ടുമാറ് പശ്ചാത്തപിച്ച് ഞാൻ ശ്രീ പരമേശ്വരനോട് ശാപമോക്ഷത്തിനായി കൊണ്ട് യാചിച്ചു. അല്പസമയം നിശ്ചലനായി നിന്ന ശേഷം ആ ഉഗ്രമൂർത്തി ഇപ്രകാരം അരുളി ചെയ്തു, നീ കാനനാന്തർഭാഗത്തുള്ള ഒരു മുരുക്കുമരത്തിൽ 30 വർഷം തലകീഴായി തൂങ്ങിക്കിടക്കും. അത് കഴിയുമ്പോൾ അവിടെ ജ്ഞാനശീലൻ എന്നൊരു കപട സന്യാസി വന്ന് ലോകവിജയത്തിനായി ഒരു മഹായജ്ഞം ആരംഭിക്കും. ആ യജ്ഞത്തിൻ്റെ സമാപന ദിവസം നിന്നെ ബന്ധിച്ചു കൊണ്ടുവരുന്നതിന് വിക്രമാദിത്യ ചക്രവർത്തിയെ ജ്ഞാനശീലൻ നിയോഗിച്ചയക്കുകയും ചക്രവർത്തിയോട് നീ ഞാൻ പറഞ്ഞിട്ടുള്ള കഥകൾ ഓരോന്നായി പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവസാനത്തിൽ അവയെ ആസ്പദമാക്കിയിട്ടുള്ള സൂത്രചോദ്യങ്ങൾ ചോദിക്കണം. ഒടുവിലത്തെ കഥയുടേതൊഴിച്ച് മറ്റു ചോദ്യങ്ങൾക്കെല്ലാം മഹാജ്ഞാനിയായ അദ്ദേഹം ഉത്തരം പറയും. പക്ഷേ ഒടുവിലത്തെ കഥയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനറിയാതെ അദ്ദേഹം അമ്പരന്ന് നിന്നുപോകും. അപ്പോൾ അദ്ദേഹം വിക്രമാദിത്യ ചക്രവർത്തിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. 2000 വർഷം വിക്രമാദിത്യൻ്റെ വാഹനമായി കഴിയുകയും വേണം. അതോടുകൂടി നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. ഇനി അങ്ങയെ ചാടുവാക്യങ്ങൾ കൊണ്ട് വ്യാമോഹിപ്പിച്ച് ഇവിടെ വരുത്തിയ കപട സന്യാസിയായ ജ്ഞാനശീലൻ്റെ കഥ പറയാം. അയാൾ വാസ്തവത്തിൽ ഒരു സന്യാസിയല്ല. സന്യാസിയുടെ വേഷം കെട്ടി നടക്കുന്ന ഒരു പരമകശ്മലൻ, മഹാവഞ്ചകൻ, കരാളഹൃദയൻ. ലോകം മുഴുവൻ കീഴടക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അയാൾ ഇവിടെ എത്തി ഒരു ഭയങ്കര ബലിയജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. 1000 രാജാക്കന്മാരുടെ തലവെട്ടി ചുടലക്കളത്തിൽ ഹോമിക്കണമത്രേ. അതിൽ 999 കഴിഞ്ഞു. 1000 തികയ്ക്കുവാനാണ് അയാൾ അങ്ങയെ വരുത്തിയിരിക്കുന്നത്. മറ്റു രാജാക്കന്മാരെയും ഇപ്രകാരം സൂത്രം പ്രയോഗിച്ച് ചുടലക്കളത്തിൽ വരുത്തി അവരുടെ കഴുത്ത് വെട്ടി ഹോമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് ജ്ഞാനശീലൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. എന്നെ ബന്ധിച്ചു കൊണ്ടുപോയി അങ്ങ് അയാളുടെ മുമ്പിൽ നിർത്തണം. അയാൾ ധ്യാനനിരതനായിരിക്കുന്ന ഭാവം കാണിക്കും. ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അയാൾ അങ്ങയോട് കുളിച്ചിട്ട് വരാൻ ആജ്ഞാപിക്കും. അങ്ങ് കൂടി വന്നാൽ കുളിക്കാമെന്ന് മറുപടി പറയണം. അപ്രകാരം അയാൾ കൂടി വരും. കുളി കഴിഞ്ഞു വരുമ്പോൾ അയാൾ അങ്ങയോട് ആവശ്യപ്പെടും, അല്ലയോ രാജാവേ, അങ്ങയുടെ ശിരസിൻ്റെ അഷ്ടാവയവങ്ങൾ ഭൂമിയെ സ്പർശിക്കുമാറ് നമസ്കരിക്കുക. ഉടൻ അങ്ങ് മറുപടി പറയണം, ഞാൻ രാജാധിരാജനാണ്. ഈ നിമിഷം വരെയും സാമന്തന്മാരെല്ലാം എൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടുള്ള അനുഭവമേയുള്ളൂ. അല്ലാതെ ഞാൻ ആരുടെ മുമ്പിലും പ്രണാമം ചെയ്തിട്ടില്ല. അതിൻ്റെ നടപടി എന്താണെന്ന് എനിക്ക് അറിവില്ല താനും. അവിടുന്നാണെങ്കിൽ വൈദികവും ആധ്യാത്മികവുമായ കാര്യങ്ങളിൽ മഹാവിജ്ഞൻ. ദയവ് ചെയ്ത് അങ്ങ് തന്നെ സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടതെങ്ങനെയെന്ന് കാണിച്ചു തരിക. ഞാൻ ഉടൻ അപ്രകാരം ചെയ്തു കൊള്ളാം. ഈ വാക്കുകൾ കേട്ട ആഹ്ലാദത്തോടുകൂടി അയാൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. തൽക്ഷണം അങ്ങ് ഉറയിൽ നിന്ന് ഖഡ്ഗം പുറത്തെടുത്ത് വീശി അവൻ്റെ ശിരസ് ഗളത്തിൽ നിന്ന് വേർപെടുത്തിക്കൊള്ളണം. തുടർന്ന് അങ്ങേക്ക് എന്നെന്നും സാമ്രാജ്യാധിപതിയായി അഭംഗുരം വാണരുളുവാൻ സാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് മനുഷ്യത്വപരമായ പരിചിന്തനങ്ങളെ ആസ്പദമാക്കി അങ്ങ് അതിന് വിസമ്മതിക്കുന്ന പക്ഷം അയാൾ അങ്ങയെ കൊന്ന് എന്നേക്കും ഏകഛത്രാധിപതിയായി രാജ്യഭരണം നടത്തുകയും ചെയ്യും. വേതാളത്തിൻ്റെ ഈ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വിക്രമാദിത്യൻ സമ്മതിച്ചു. ഉടൻ തന്നെ അവൻ തന്നെ ആവരണം ചെയ്തിട്ടുള്ള ജഡത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ വഴിക്ക് പോയി. ഒട്ടൊട്ടു രാത്രിയായപ്പോൾ വിക്രമാദിത്യൻ പ്രസ്തുത ജഡം കൊണ്ടുവന്ന് ജ്ഞാനശീലൻ്റെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ട കപട സന്യാസി അതിയായ സന്തോഷത്തോടുകൂടി വിക്രമാദിത്യനെ അനുമോദിച്ചു. അനന്തരം അയാൾ വൻതോതിൽ മന്ത്രോച്ചാരണങ്ങളും ബലികർമ്മത്തിനുള്ള ചടങ്ങുകളും ആരംഭിച്ചു. വേതാളത്തിനെ ആവരണം ചെയ്തിരുന്ന ജഡത്തിനെ മന്ത്രശക്തി കൊണ്ട് പുനർജീവിപ്പിച്ചു. തൻ്റെ ആരാധനാമൂർത്തികളായ ദുർദേവതകൾക്ക് വേണ്ടിയുള്ള ജീവബലികൾ നടത്തി. അനന്തരം അയാൾ ദക്ഷിണ ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് മന്ത്രോച്ചാരണങ്ങൾ നടത്തിയ ശേഷം രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കൊള്ളുക. അങ്ങയുടെ പേരും പെരുമയും അനുദിനം നാനാദിഗന്ധങ്ങളിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അണിമാതി അഷ്ടസിദ്ധികൾ അങ്ങയുടെ രാജഭവനത്തിൽ സദാ കുടികൊള്ളും. താമസിക്കണ്ട. തൽക്ഷണം വേതാളം തനിക്ക് നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ രാജാവിന് ഓർമ്മ വന്നു. അദ്ദേഹം പരമഭക്തനെ പോലെ ഇരു കരങ്ങളും കൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിൻ്റെ വിധികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെന്നാൽ ഇതപര്യന്തം ഞാൻ ഒരു ജീവിയുടെ മുമ്പിലും നമിച്ചിട്ടില്ല. അവിടുന്ന് എന്നെ അതൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഉടൻ തന്നെ അതിൻ പ്രകാരം അങ്ങയുടെ മുമ്പിൽ പ്രണമിച്ചുകൊള്ളാം. ഇത് കേട്ട മാത്രയിൽ ജ്ഞാനശീലൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിൻ്റെ പ്രാരംഭമായി രാജാവിൻ്റെ മുമ്പിൽ ശിരസ്സു നമിച്ചു. തൽക്ഷണം രാജാവ് തൻ്റെ വാൾ കൊണ്ട ഒറ്റ വെട്ടിന് അയാളുടെ ഗളത്തിൽ നിന്നും ശിരസ്സു വേർപെടുത്തി ഹോമകുണ്ടത്തിലിട്ടു. ഇതേസമയം വേതാളം തൻ്റെ സ്വതേയുള്ള രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് പുഷ്പവൃഷ്ടി നടത്തി തൻ്റെ ആമോദം പ്രകടമാക്കുകയും ചെയ്തു. ഭദ്രാദേവി സ്വന്തം രൂപത്തിൽ അവിടെ ആവിർഭവിച്ച് സ്വകരങ്ങൾ ഉയർത്തി വിക്രമാദിത്യനെ അനുഗ്രഹിച്ചു. അനന്തരം ദേവി അരുളി ചെയ്തു, സൂര്യചന്ദ്രാദി ജ്യോതിർഗോളങ്ങളും അനന്തമായ ആകാശപഥവും നിലനിൽക്കുന്ന കാലത്തോളം അങ്ങയുടെ കീർത്തിധാവള്യം പ്രപഞ്ചത്തിലാകമാനം വ്യാപരിച്ചുകൊണ്ടേയിരിക്കട്ടെ. അങ്ങ് ആ ചന്ദ്രതാരമേ, സന്തതിപ്രവേശമേ, ലോകാധിപതിയായി വാഴട്ടെ. അല്ലയോ രാജാവേ, അങ്ങ് നമ്മോട് ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളുക. മടിക്കണ്ട. വിക്രമാദിത്യൻ കൂപ്പുകൈകളോടുകൂടി അറിയിച്ചു. അല്ലയോ ദേവി, മായ എന്ന കപടനാമത്തിൽ പ്രപഞ്ചത്തിലുള്ള സർവത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കുന്ന ജഗദംബികെ, അവിടുത്തെ പൂർണ്ണ അനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്ന അടിയന് ഇനി എന്ത് സൗഭാഗ്യമാണ് കൈവരാനുള്ളത്? അടിയന് ഒരപേക്ഷ മാത്രമേയുള്ളൂ. ഇവിടെ ഹോമിക്കപ്പെട്ട രാജാക്കന്മാരെ എല്ലാം അവിടുന്ന് ജീവിപ്പിച്ചു തരണം. അവിടുന്ന് കൽപ്പിച്ച അനുവദിച്ച 2000 സംവത്സരക്കാലത്ത് അടിയൻ്റെ പ്രജകളിൽ ആർക്കും തന്നെ യാതൊരു ദോഷവും പറ്റരുത്. രാജ്യഭരണ സംബന്ധമായ കാര്യങ്ങൾ ധർമ്മശാസ്ത്രങ്ങളും വൈദിക വിധികളും അനുസരിച്ചും നിർവിഘ്നം നിർവഹിക്കുവാൻ അടിയന് കഴിവുണ്ടാകണം. പിന്നെ അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ അടിയനെ സംബന്ധിച്ചുള്ള ഈ കഥ നാനാദിഗന്ധങ്ങളിലും പ്രശ്രുതമാവുകയും വേണം. അദ്ദേഹത്തിൻ്റെ അഭിലാഷമനുസരിച്ചുള്ള സകല കാര്യങ്ങളും നിർവിഘ്നം നടക്കുവാൻ ദേവി വരമരുളി. ജ്ഞാനശീലൻ്റെ ഖഡ്ഗത്തിനിരയായ 999 രാജാക്കന്മാരെയും ദേവി ജീവിപ്പിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയച്ചു.
അനന്തരം ദേവി അപ്രത്യക്ഷയാവുകയും ചെയ്തു. ഇതിനുള്ളിൽ വേതാളത്തിൻ്റെ ഹൃദയത്തിൽ ഒരു അഭിലാഷം ശക്തമായി കുടികൊണ്ടിരുന്നു. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വാഹനമായി ആയുശിഷ്ടം നയിക്കണമെന്ന അഭിലാഷം. വിക്രമാദിത്യൻ അതിന് സസന്തോഷം സമ്മതിച്ചു. അതിൻ പ്രകാരം വേതാളത്തിൻ്റെ തോളിൽ കയറി രാജാവ് തൻ്റെ തലസ്ഥാനമായ ഉജ്ജയിനിയിലേക്ക് വിജയശ്രീമാനായി മടങ്ങുകയും ചെയ്തു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഏവം വിധമുള്ള മഹദപദാനങ്ങളുടെ ചരിത്രം സമാപിച്ച ശേഷം രണ്ടാം സാലഭഞ്ജികയായ മദനാഭിഷേകവല്ലി ഭോജരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: വിക്രമാദിത്യ ചക്രവർത്തിയുടെ അതീവ വിസ്മയാവഹവും വിശ്വോത്തര മഹനീയവുമായ ചെയ്തികളെപ്പറ്റി അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് അങ്ങിപ്പോൾ കേട്ടത്. അദ്ദേഹത്തിനെന്ന പോലെ അത്ഭുതകരമായ മഹാവിശേഷം അങ്ങയ്ക്കുമുണ്ടെങ്കിൽ മാത്രമേ ഈ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അവകാശമുള്ളൂ. തത്തുല്യമായ മഹത്വം അങ്ങയ്ക്കുമുണ്ടെങ്കിൽ ഈ സിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്താം. അല്ലാത്ത പക്ഷം അങ്ങ് ഉടൻ മടങ്ങുകയാണ് വേണ്ടത്. ഇങ്ങനെ സാലഭഞ്ജിക പറഞ്ഞു നിർത്തിയപ്പോഴേക്കും സമയം അസ്തമിക്കാറായി. ഭോജരാജനും പരിവാരങ്ങളും സന്ധ്യാവന്ദനത്തിന് പോവുകയും ചെയ്തു.